അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈഫ് ക്ലോസിനെ കുറിച്ചാണ്. ഈ ഇംഗ്ലീഷിൽ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈഫ് ക്ലോസ്. ഈഫ് വെച്ചുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഈഫ് ക്ലോസ് എന്താണ്? ഈഫ് ക്ലോസിന് ഉദാഹരണം പറയുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ ഇവൻ അവര് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? ഉദാഹരണം ഞാൻ മാറ്ററിന് പോയിടാ. ഇങ്ങനെ പറയുന്ന ഉദാഹരണത്തെയാണ് ഈഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇഫ് എന്ന വാക്ക് തന്നെ ഉദാഹരണം എന്നർത്ഥമാക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇങ്ങനൊരു സാധനം സംഭവിച്ചാൽ, പുള്ളി അങ്ങേരുടെ ഭാര്യയെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്താൽ പോഞ്ഞിക്കര പുള്ളിനെ വെറുതെ വിടില്ല എന്നത് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന റിസൾട്ടാണ്. ഇതേപോലെ ഉദാഹരണത്തിനൊരു കാര്യം സംഭവിച്ചാൽ അതിൻ്റെ ഫലമായി മറ്റൊരു കാര്യം സംഭവിക്കും എന്ന് പറയുന്നതാണ് ഇഫ് ക്ലോസ്. അതുകൊണ്ട് തന്നെ ഇഫ് ക്ലോസിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകും. ഈ രണ്ട് ഭാഗങ്ങളെയും ഒരു കോമ കൊണ്ടായിരിക്കും വേർതിരിച്ചിട്ടുണ്ടാവുക. ഒരു ഭാഗം ഇഫ് ഉൾപ്പെട്ടതാണെങ്കിൽ മറ്റേ ഭാഗം അതിൻ്റെ ഫലമായി വരുന്ന ഭാഗമായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് ദി എക്സാം. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ് അത് ഒന്നാമത്തെ കണ്ടീഷനാണ്. നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചാൽ യു വിൽ പാസ് ദി എക്സാം, നിങ്ങൾ എക്സാം പാസ്സാകും. അത് രണ്ടാമത്തെ കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷൻ വർക്കാവുകയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ വർക്കാകും എന്നാണ് അതിൽ പറയുന്നത്. അതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു കോമയും ആദ്യത്തെ പാർട്ടിൽ ഒരു ഇഫും ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇഫ് ക്ലോസ് വരുന്നത്. ഇത് രണ്ട് കണ്ടീഷനാണ്. ആദ്യത്തെ കണ്ടീഷൻ ഇഫ് യു വർക്ക് ഹാർഡ്, ആ ഒരു കണ്ടീഷൻ നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചാൽ എന്ന കണ്ടീഷൻ നിങ്ങൾ വിജയകരമായി ഒന്നാമത്തെ കണ്ടീഷൻ നിങ്ങൾ പൂർത്തീകരിച്ചാൽ രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടീഷൻ വെച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഇതിനെ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയും. ഇഫ് ക്ലോസിൻ്റെ മറ്റൊരു പേരാണ് കണ്ടീഷണൽ ക്ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് PSC എങ്ങനെയാണ് ചോദിക്കുന്നത്, എങ്ങനെ നമുക്ക് ഈസി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് ക്ലോസിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തെ ഭാഗത്തിൻ്റെ ടെൻസ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും രണ്ടാമത്തെ ഭാഗത്തിൻ്റെ വെർബും അതിൻ്റെ മൊഡൽ വെർബും വരുന്നത്. മൊഡൽ വെർബ് എന്ന് വെച്ചാൽ വെർബിന് മുമ്പുള്ള വാക്ക്, അതായത് വില്ല്, ഷാള്, ക്യാൻ, മേ. ഇതാണ് PSC ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു റിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഫ് ക്ലോസിലെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. ഇനി നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ടെൻസ് ഏതാണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഇഫ് കൊണ്ട് തുടങ്ങുന്ന ഭാഗം അതിൻ്റെ വെർബ് V1 ഫോം ആണെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസിലാണ്. അതിൻ്റെ വെർബ് V2 ഫോമിലാണെങ്കിൽ ആ സെൻറ്റൻസ് പാസ്റ്റിലാണ്. ഇനി ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടെൻസ് മനസ്സിലായി. ഇനി അതിൻ്റെ കൂടെ ചേർക്കേണ്ട മോഡൽ വെർബും ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നത് വിൽ, ഷാൽ, ക്യാൻ, മേ. പിന്നെ അതിൻ്റെ വെർബ് വരുന്നത് V1 ഫോമിലായിരിക്കും. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. ഇതിൻ്റെ കൂടെ V1 ഫോം തന്നെയാണ് വരുന്നത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലാണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന മോഡൽ വെർബ് വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ്. പിന്നെ വെർബ് വരുന്നത് V3. ഓക്കെ, ഈ ടേബിൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. വെർബ് മോഡൽ വെർബ് കോമ്പിനേഷൻ ആയിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ചോദ്യമായിട്ട് അവർ ചോദിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിൾ നോക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് ദി എക്സാം. അവിടെ ഇഫ് എന്ന പാർട്ട് നോക്കുകയാണെങ്കിൽ വർക്കാണ് വെർബ്. വർക്ക് എന്ന് പറയുന്നത് V1 ഫോം ഓഫ് ദി വെർബാണ്. വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വർക്ക്. അപ്പോൾ ആ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മുടെ വരുന്ന മൊഡൽ വെർബ് നോക്കിയാൽ അത് വില്ലാണ്. വിൽ പാസ്. വില്ലും V1 ഫോം ഓഫ് ദി വെർബായ പാസുമാണ് അവിടെ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പാസ്റ്റ് ഫോം എങ്ങനെ വരും നോക്കാം. പാസ്റ്റ് ഫോം ഇഫ് യു വർക്ക്ഡ് ഹാർഡ്. വർക്ക്ഡ് എന്ന് പറയുമ്പോൾ വർക്കിൻ്റെ V2 ഫോമായി. അപ്പോൾ ആ സെൻറ്റൻസ് പാസ്റ്റായി. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കിയാൽ യു വുഡ് പാസ് ദി എക്സാം. V2 ആയപ്പോൾ സെൻറ്റൻസ് പാസ്റ്റായി. അതുകൊണ്ട് അതിൻ്റെ നേരെ വന്ന മൊഡൽ വെർബ് എന്ന് പറയുന്നത് വുഡും അതിൻ്റെ കൂടെ വന്ന വെർബ് V1 ഫോം പാസ് തന്നെയാണ് വന്നേക്കുന്നത്. ഇനി അത് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലായാൽ എങ്ങനെയാവും നോക്കാം. ഇഫ് യു ഹാർഡ് വർക്ക്ഡ് ഹാർഡ്. ഹാഡ് പ്ലസ് V3 വന്നപ്പോൾ ആ ടൈം ആ സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലായി. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന മൊഡൽ വെർബ് വുഡ് ഹാവ് പ്ലസ് V3 ആയി.
നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ വെർബിൻ്റെ V1, V2, V3 ഫോംസ് നമ്മൾ പഠിച്ചിരിക്കണം. അത്യാവശ്യം വേണ്ട V1, V2, V3 ഫോം ഉള്ള ടേബിൾ ഞാനിവിടെ ഇടുന്നുണ്ട്. നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഹാഡ് ഓർഡേഡ് ഇറ്റ്, ഐ ഡാഷ് ഇറ്റ്. ഓപ്ഷൻ എ വുഡ് അറേഞ്ച്, ഓപ്ഷൻ ബി വിൽ അറേഞ്ച്, ഓപ്ഷൻ സി വുഡ് ഹാവ് അറേഞ്ച്, ഓപ്ഷൻ ഡി വുഡ് ഹാവ് അറേഞ്ച്ഡ്. ഇവിടെ നമുക്ക് ആദ്യത്തെ പാട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു ഹാഡ് ഓർഡേഡ്, ഹാഡ് പ്ലസ് ഓർഡേഡ് V3 ആണ്. അപ്പോൾ ഇത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ഭാഗം എന്താണ് പറഞ്ഞിരുന്നത്. വുഡ് ഹാവ് പ്ലസ് V3. ഇതിൽ വുഡ് ഹാവ് പ്ലസ് V3 ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വുഡ് ഹാവ് അറേഞ്ച്ഡ്. ഓപ്ഷൻ സി നോക്കാം. വുഡ് ഹാവ് അറേഞ്ച് എന്നാണ്. അറേഞ്ച് V1 ആണ്. അതുകൊണ്ട് അത് തെറ്റായിരിക്കും. ചാടിക്കയറി അത് അടയാളപ്പെടുത്തരുത്. നമ്മൾ മൊത്തം നോക്കുക. വുഡ് ഹാവ് പ്ലസ് അറേഞ്ച്ഡ്. ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു കം ടു മൈ ഹോം, ഐ ഡാഷ് യു ദി ബുക്ക്. എ വിൽ ഗീവ്, ബി വുഡ് ഗീവ്, സി കുഡ് ഹാവ് ഗീവ്. ഓക്കെ, 3 ഓപ്ഷൻ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് പ്രസൻറ്റ് ആണ്. ഇഫ് യു കം എന്ന് പറയുമ്പോൾ V1 ആണ്. ടു മൈ ഹോം. അടുത്ത പാട്ട് നോക്കിയാൽ ഐ ഡാഷ് യു ദി ബുക്ക്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രസൻറ്റ് ആകുമ്പോൾ വില്ലായിരിക്കുമല്ലോ വരുന്നത്. വിൽ ഗീവ്, വിൽ പ്ലസ് V1 അതാകുമ്പോൾ വിൽ ഗീവ്. എ ആണ് ഉത്തരം. യുവർ ബോസ് വുഡ് കൺസിഡർ യു ഇഫ് യു ഡാഷ് പഞ്ച്വൽ. എ വെയർ, ബി ആർ, സി ഹാഡ് ബീൻ, ഡി ഹാവ് ബീൻ. ഈ ചോദ്യം നോക്കിയാൽ നമ്മുടെ ഇഫ് വെച്ചുള്ള പാർട്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ. അപ്പോൾ നമ്മൾ ആ പാർട്ട് നോക്കാം. ആ പാർട്ടിലാണ് ഡാഷ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കുമ്പോൾ വുഡ് കൺസിഡർ. വുഡ് വരുന്ന ഏത് ഫോമിലാണ്? പാസ്റ്റ് ഫോം ഓഫ് വെർബ് ഇതിലാണ് വുഡ് വരുന്നത്. എവിടെയാണ്? പാസ്റ്റ് ഫോമിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഇഫ് വരുന്ന ഭാഗം പാസ്റ്റിൽ വരണം. അപ്പോൾ ആറ് വരില്ല. എന്ത് വരും? യു. ആറ് പഞ്ച്വൽ എന്ന് പറയുമ്പോൾ പ്രസൻ്റ് ആയിരിക്കും. ഹാഡ് ബീൻ വരില്ല, ഹാവ് ബീൻ വരില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എ ആണ്. വെയർ. ഇഫ് യു വെയർ പഞ്ച്വൽ. ഇഫ് ഐ ഹാഡ് ബീൻ എ ബേർഡ്, ഐ ഡാഷ് ഇൻ ദി സ്കൈ. ഓപ്ഷൻ എ ക്യാൻ ഫ്ലൈ, ബി കുഡ് ഫ്ലൈ, സി കുഡ് ഹാവ് ഫ്ലൈ. അപ്പോൾ ഈഫിൻ്റെ കൂടെ ഇഫ് ഐ ഹാഡ് ബീൻ എ ബേർഡ് ആണ്. ഇവിടെ ബീൻ എന്ന പോർഷൻ, ബീൻ എന്ന് പറയുന്നത് V3 ആയിട്ട് വേണം കാണാൻ. ഓക്കെ, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ബീൻ നമ്മൾ V3 ആയിട്ട് വേണം കാണാൻ. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഹാഡിൻ്റെ കൂടെ ബീൻ കണ്ടാൽ അത് ഹാഡ് പ്ലസ് V3 ആയിട്ട് കണക്കാക്കണം. ഹാഡിൻ്റെ കൂടെ ബീൻ വന്നാൽ അത് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ കുഡ് ഹാവ് ഫ്ലോൺ ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാവുന്ന നെറ്റിൽ നിന്നൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.